നമസ്കാരം, വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഡെയിലി ക്ലീനിങ് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത് കിച്ചൺ തന്നെയാണല്ലേ. ഒരു കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റവും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ആകെ അലങ്കോലാവും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യും, എന്നാലും ഇടയ്ക്ക് ഒന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് പൊടി തട്ടിയും പിന്നെ അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു ഡീപ്പ് ക്ലീനിങ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം കബോർഡൊക്കെ തുറന്ന് അതിലുള്ള അങ്ങനെ അതൊന്നും അങ്ങ് കാര്യമായിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല. എന്നാലും കുറച്ച് നമ്മൾ പൊതുവേ ഒരു 3-4 ആഴ്ചയ്ക്ക് ഉള്ളിൽ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തുണ്ട്. ജനലിൽ മണി പ്ലാന്റ് ഉണ്ട്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത് ഡ്രില്ലാണ് എടുത്തിരിക്കുന്നത്, ഡിഷ് വാഷ്. അപ്പോൾ അതെപ്പോഴും നല്ലതാണ്. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ എണ്ണക്കറകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ ബ്രഷ്, തുണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കൊളീൻ എടുത്തിട്ടുണ്ട്. കൊളീൻ എടുത്തിരിക്കുന്നത് വിൻഡോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു കൊളീൻ കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര വാട്ടർ സ്ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ നോർമലി ഒന്ന് ഇതാക്കാം, കിച്ചണിലൊന്നും അത്ര സ്ട്രെയിനൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വിനിഗറും ബേക്കിംഗ് സോഡയും നമ്മൾ എടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് കാണിക്കാം. പിന്നെ നാരങ്ങയില്ലേ, നാരങ്ങയും നല്ലതാണ്. ഇതിപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടില്ല, പക്ഷെ നാരങ്ങയും എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ വൈപ്പ് ചെയ്യാൻ വേണ്ടി തുണികളും ഒരു സ്ക്രബ്ബറും പിന്നെ ഇങ്ങനത്തെ ബ്രഷ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്, ഒരുമിച്ച് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് പൊടി മുട്ടി കൊടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ജനൽ, അതുപോലെ നമ്മൾ കിച്ചണിലുള്ള പിന്നെ ഓവന്, ഫ്രിഡ്ജിൻ്റെ മേലെ, അങ്ങനെ കുറച്ച് ഫേർണിച്ചറിൻ്റെ സൈഡിൽ അങ്ങനെയുള്ള പൊടികളൊക്കെ ആദ്യം ഒന്ന് മുട്ടി കൊടുക്കണം. ഈ ഒരു ബ്രഷാണ്, ഈ ഒരു ഡ്രസ്സിങ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തത്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നമുക്ക് സ്ക്രാച്ച് ഉണ്ടാവും, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ അഴുക്കാണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ചത്. ഈ പൊടിമുട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഞാൻ പക്ഷേ ഇങ്ങനെ പൊടിമുട്ടാൻ വേണ്ടി ഒരു ദിവസം അതിനുമായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും പണിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് അങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കൊടുക്കാറുള്ളത്. അല്ലാതെ അതിനായിട്ടൊരു സമയം എടുത്ത് കുറേ നേരം അങ്ങനെ ചെയ്യുന്നത് പൊതുവേ കുറവാണ്. പിന്നെ ഇതുപോലെ ആ ഒരു ഇപ്പോൾ കിച്ചൺ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ വിൻഡോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ബൾബിൻ്റെ മുകളിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും. അപ്പം അത് ഒക്കെ ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തോതിൽ പൊടിയൊക്കെ മുട്ടി കഴിഞ്ഞതിന് ശേഷം ആദ്യം വിൻഡോയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചെറിയ നനവുള്ള എന്തെങ്കിലും തുണിയായാലും മതി, കിച്ചൺ ടവലായാലും എടുത്തിട്ട് ഒന്ന് ഈ ജനലിൻ്റെയൊക്കെ കമ്പികളുണ്ടല്ലോ, കമ്പികളും അതുപോലെ തന്നെ വിൻഡോ ആണെങ്കിലും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നനവുള്ള എപ്പോഴും നല്ലതാണ്, പെട്ടെന്ന് പൊടി അങ്ങ് ആവും. അപ്പോൾ ആദ്യം അതങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിൻഡോ ക്ലീനിങ് പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ വേറൊരു കാര്യം ചെയ്യാണ്. നേരത്തെ എടുത്ത സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ നല്ല ഓയിലിൻ്റെ ഇതുണ്ടെങ്കിലൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. എപ്പോഴും അതിങ്ങനെ എടുത്തു വെക്കുന്നത് നല്ലതാണ്. നമുക്ക് വെറുതെ ഇപ്പോൾ സ്റ്റൗവൊക്കെയാണ് ഡെയിലി ക്ലീൻ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഓയിലൊക്കെ ആണെങ്കിലും പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആക്കി എടുക്കുന്നത് ചെറിയ, അതായത് നമുക്ക് നോർമലായിട്ട് നമുക്കിപ്പം കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് കഴുകാനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ വിൻഡോയുടെ ഈ ഒരു ടൈലിൻ്റെ ഭാഗത്തുള്ള ചെറിയ പഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ ഇത് തളിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. ഇപ്പം എന്താ പറയുക, നല്ല ഒരു ഡീപ്പായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും.
അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആ സോപ്പിൻ്റെ പതയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ വിൻഡോ ഗ്ലാസ് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി കൊളീനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കൊളീൻ എന്ന് പറയുമ്പോൾ നോർമലി ഗ്ലാസ്സിലാക്കിയിട്ട് ഒരു വൈപ്പ് ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് അങ്ങനെ പൊടികളല്ലാതെ അങ്ങനെ കറ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ക്ലീനിങ് ലിക്വിഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു കൊളീൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള വാട്ടർ സ്ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒരുപാട് പേര് അത് കണ്ടിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കും. നല്ല ഒരിതാണ്. കൊളീൻ്റെ തന്നെ വേറൊരു ലിക്വിഡാണ്, കുറച്ചുകൂടെ അങ്ങനെ ഹാർഡായിട്ടുള്ള സ്ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലീൻ ആയി കിട്ടും വിൻഡോ. അപ്പോൾ ഇവിടെ കിച്ചണിൽ നമ്മൾ ബ്ലൈൻഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് താത്തി പൊടി നമുക്ക് തുടച്ച് എടുത്താൽ മതി. പൊടിയാണെങ്കിൽ തുടച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഡിഷ് വാഷർ ഉണ്ടല്ലോ, അതായത് ഈ ഇങ്ങനെ കറകൾ എണ്ണയുടെ, എന്നാലും ഞങ്ങൾ സൈഡിലായതുകൊണ്ട് വലിയ തോതിലുള്ള അങ്ങനത്തെ എണ്ണയുടെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണത്തെ പോലെ വൈപ്സ് വെച്ചിട്ട് തുടച്ചു കൊടുക്കുക തന്നെയാണ്. ഇപ്പം കർട്ടനൊക്കെ ആണെങ്കിൽ നമുക്ക് അലക്കാമല്ലോ, ഇടയ്ക്ക് അലക്കാൻ പറ്റുന്നതാണ്. വാഷിംഗ് മെഷീനിൽ തന്നെ ഇട്ടിട്ട് അലക്കാൻ പറ്റുന്നതാണ് എത്രയും നല്ലത്. അപ്പോൾ ഇതാകുമ്പോൾ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി. ഞാൻ വെറുതെ കുറച്ചൊന്ന് നനഞ്ഞ് വൈപ്സ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൗവൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് അന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ടും ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. ശരിക്കും ഉണ്ടാക്കി വെച്ചില്ല, അത് വെച്ചിട്ട് ആ ലിക്വിഡ് ഡിഷ് വാഷിൻ്റെ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പം സ്റ്റൗവിലാക്കുന്ന സമയത്ത് തന്നെ സ്റ്റൗവിൻ്റെ ബാക്കിലൊക്കെ ടൈലിൽ എണ്ണ തെറിക്കാനുള്ള ചാൻസൊക്കെ, നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്നതാണല്ലോ, അതുകൊണ്ട് എണ്ണ തെറിക്കും. അപ്പോൾ അവിടെയും കൂടെ ഈ ഒരു ലിക്വിഡ് ആക്കി കൊടുക്കാം, ഈ ഡിഷ് വാഷ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഹോബിൽ മാത്രമല്ല ചിമ്മിണിയിലും ഇത് തന്നെയാണ്, അതും എണ്ണ ഒരുപാടുണ്ട്. അപ്പോൾ ചിമ്മിണിയുടെയൊക്കെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം കേട്ടോ. അത് ഒന്നും എടുത്ത് ക്ലീൻ ചെയ്യുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇതൊന്ന് തളിച്ചു കൊടുത്തു. അതിന് ശേഷം എന്താണെന്ന് പറയുക, ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം എണ്ണ ഉണ്ടാവുന്ന ഒന്ന് നമ്മളിങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കുറേ ടിഷ്യൂലങ്ങ് വരും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അത്രയും പണി കുറഞ്ഞു കിട്ടുക ചെയ്യുക. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള ടൈലിൻ്റെ മുകളിൽ ഒക്കെ ഞാൻ ഇതാക്കി കൊടുത്തു, സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യമുള്ള എണ്ണയും അതുപോലെ പൊടികളും ഒക്കെ അങ്ങ് പോകും. അതിനുശേഷം നമ്മൾ സ്റ്റൗവിൽ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചു കൊടുക്കുക. ഈ സ്ക്രബ്ബർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് വീഴാൻ, ഗ്ലാസ് ടോപ്പാണല്ലോ, അപ്പോൾ സ്ക്രാച്ച് വീഴുമെന്നുള്ള ആ ഒരു സംശയമൊന്നും വേണ്ട. കാരണം ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീഴുന്ന ഒരു ടൈപ്പിലുള്ളതല്ല കേട്ടോ. നമുക്ക് കുറച്ച് സ്മൂത്തായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, ഉരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വൈപ്സ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാം. കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ടൈലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഡിഷ് വാഷ്, അത് ഒക്കെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ശരിക്കും ആ ഒരു സ്റ്റൗവിൻ്റെ ബാക്കിലുള്ള അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. കാരണം അവിടെ അങ്ങനെ എണ്ണയുടെ കറിയൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി അങ്ങനെ നോർമലായിട്ട് ഒന്ന് ചെയ്താലും മതി കേട്ടോ. അത്യാവശ്യം അഴുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ചുറ്റുഭാഗത്തുള്ള ടൈലിൽ മൊത്തമായിട്ട് ചെയ്യണം.
അപ്പം എല്ലാ ഭാഗവും ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും ഈ വൈപ്സ് ഒന്ന് നനച്ച് കൊടുത്തിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇനി നമ്മൾ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഡോറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിപ്പം നമ്മൾ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ തെറിക്കുന്ന സമയത്ത് ഹാർഡ് വാട്ടറൊക്കെ ആകുമ്പോൾ ഒരു വൈറ്റ് കളർ ഉണ്ടാവും. അപ്പോൾ ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാം. നമ്മളിവിടെ സ്ലേറ്റ് കളറാണ് ആ ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത്യാവശ്യമുണ്ട്, കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളം വെച്ച് തുടച്ച് കൊടുത്താലും അതിൻ്റെ ഒരു പാട് കാണും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ലിക്വിഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ഇളം ചൂടുള്ള വെള്ളം, ഒരു അരക്കപ്പോളം വെള്ളം എടുക്കുക. നോർമൽ ചൂടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 1/4 കപ്പ് വിനീഗർ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്താലും മതി, പക്ഷേ കുറച്ചുകൂടെ വിനീഗർ ആയിരിക്കും നല്ലത്. അതിന് ശേഷം നമ്മൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയോ ഇതുപോലെ വൈപ്സോ വെച്ചിട്ട് ഒന്ന് വെള്ളം നല്ലപോലെ കളയണം, നല്ലപോലെ കളഞ്ഞിട്ട് അത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ സ്പ്രേയറിലൊന്നും ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ആദ്യം. അതുപോലെ നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽസും ഒക്കെ ഉണ്ടാവില്ല, ക്യാബിനറ്റ് ഹാൻഡിൽസും ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു വെള്ള കളറൊക്കെ നല്ലപോലെ തന്നെ പോയി ആ സ്റ്റീലിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലിക്വിഡ് വെച്ച് തുടച്ചിട്ട് അതേപടി വിടരുത്. അതിന് ശേഷം നമ്മൾ ഒന്ന് വെള്ളം കൊണ്ട് തുടയ്ക്കണം. ഇതുപോലെ ഞാൻ ഈ ഒരു വൈപ്സിൽ തന്നെ വെള്ളം നന്നായി കഴുകി വെള്ളമാക്കി അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് തുടയ്ക്കണം. എന്താ വെച്ചാൽ ലിക്വിഡ് വിനിഗറൊക്കെ ഉള്ളതല്ല, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തന്നെ വെച്ചിട്ടൊന്ന് ഫ്രിഡ്ജും ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ പറയത്തക്ക അഴുക്കും അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എന്താ പറയുക, മിക്കവാറും ദിവസങ്ങളിൽ തുടയ്ക്കുന്നതാണ്. മറ്റേ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ട് തുടച്ചു കൊടുക്കാറുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അങ്ങിങ്ങ് കാണുന്ന അതൊക്കെ ഇത് വെച്ച് തുടയ്ക്കുമ്പോൾ പോകുന്നതാണ്. നിങ്ങൾക്ക് അത്രയും കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിനിഗറും വെള്ളവും കൂടെ ചേർത്തുണ്ടാക്കില്ല, അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ക്യാബിനറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കബോർഡിൻ്റെ ഗ്ലാസ് ആണെങ്കിലും ഡോറിലെ ഗ്ലാസ് ആണെങ്കിലും അതും ഞാൻ കൊളീൻ വെച്ചിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നും മങ്ങൽ പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്തായാലും സ്റ്റവിൻ്റെ അടുത്തുള്ളതൊക്കെ ആകുമ്പോൾ എങ്ങനെയാലും കുറച്ചൊരു എണ്ണയൊക്കെ തെറിക്കും. അപ്പോൾ അത് പോവാൻ ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ നേരത്തെ വിൻഡോയിൽ ചെയ്ത് അതേപോലെ തന്നെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് മൈക്രോവേവ് അതുപോലെ തന്നെ ഓവനുമാണ്. അതിനുവേണ്ടി കുറച്ച് വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ്, ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. നാരങ്ങ പിഴിഞ്ഞിട്ട് മൈക്രോവേവിലാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് അതിൽ വെച്ച് ഈ വെള്ളം വെച്ചിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ശേഷം ഒന്ന് അത് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് നല്ലോണം വൈപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൈക്രോവേവ് മിക്കവാറും നമ്മൾ റീഹീറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇങ്ങനെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഴുക്കുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ആവി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോകും. ഇതുപോലെ തന്നെ ഉള്ളിലും അതുപോലെ തന്നെ നാരങ്ങേൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഓവനിൽ അത്ര ഒരു ഇത്രയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഉണ്ടാവില്ല, കാരണം ഓവൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. ഇത് ശരിക്കും റീഹീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും അഴുക്കുണ്ടാവുക. അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിലുള്ള ആ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടല്ലോ, ടേണബിൾ പ്ലേറ്റ്, അത് നമുക്ക് നോർമൽ ലിക്വിഡ് ഡിഷ് വാഷ് വെച്ചിട്ട് കഴുകി കൊടുക്കാം.
ഇപ്പോൾ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ ചുവര് അതുപോലെ തന്നെ സ്റ്റൗവൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അതേ ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണ്, ഒരു സ്ക്രബ്ബർ വെച്ചിട്ട്. കാരണം ഓയിലൊക്കെ വെക്കുന്നിടത്ത് നല്ല ഓയിലിൻ്റെ കറ ഉണ്ടാവും, നമ്മൾ എത്ര വൃത്തിയാക്കി കൊടുത്താലും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായതുകൊണ്ട് അത് അവസാനമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ആ ലിക്വിഡ്, അതായത് ഒന്നുമില്ല, ഡിഷ് വാഷർ ഒന്ന് വെള്ളത്തിൽ ചേർത്തിട്ടുള്ള അത് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ നാരങ്ങ, നേരത്തെ നമ്മൾ ഓവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ തൊണ്ട് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക, അതും നല്ലതാണ് കേട്ടോ. അതിന് ശേഷം നല്ലപോലെ ഒന്ന് വെള്ളം ആക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണ്. കാരണം ഡിഷ് വാഷറിൻ്റെ ആ ഒരു പതയും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനം ഒരു ഭാഗം കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. എന്താണ്, സിങ്കാണ്. അപ്പം സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിനീഗറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് സോഡ ഒന്ന് സിങ്കിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ കേക്കിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതല്ല, അത് നമുക്ക് ലൂസായിട്ട് പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് അത് വാങ്ങിച്ചു വെച്ചാൽ മതി. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബേക്കിംഗ് സോഡയൊക്കെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞു വരും. എന്നിട്ട് എന്താ, കുറച്ച് സമയം വേണമെന്നുണ്ട്, 2 മിനിറ്റ് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി, അപ്പം ക്ലീൻ ആവും. അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ മുകളിലൊക്കെ വിനീഗർ ആക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി, ആ സ്ക്രബ്ബർ കൊണ്ട് തന്നെ ചെയ്താൽ മതി, നല്ല വൃത്തിയാവും കേട്ടോ. നമ്മളെപ്പോഴും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്ക്രബ്ബർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ചെറിയ ഇതൊക്കെ ഉണ്ടാവില്ലേ പൈപ്പിൻ്റെ, ആ ഭാഗങ്ങളിലൊക്കെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അതിനുശേഷം ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. എപ്പോഴും അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ സ്ട്രെയിന് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? നമ്മൾ തറയിൽ മുഴുവൻ വെള്ളവും പൊടികളൊക്കെ ആയി കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം കിച്ചണിൽ നല്ല സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? കുറച്ച് പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് പുൽത്തൈലാണ് കേട്ടോ. അപ്പോൾ പുൽത്തൈലം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റോക്ക് വെക്കുന്ന ഒരു സാധനമാണ്. നാട്ടിൽ പോകുമ്പോൾ വാങ്ങുന്നതാണ് കേട്ടോ. വയനാട് വഴി പോകുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടും, അപ്പോൾ അത് വാങ്ങും. അപ്പോൾ അത് കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഒന്നെല്ലായിടത്തും തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രാണികളുടെ ശല്യവും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പോകും. പിന്നെ നല്ലൊരു മണമാണ്. ഞാൻ ചിലപ്പം ഇപ്പം ടേബിളൊക്കെ, ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കും കേട്ടോ. നമുക്ക് നിലം തുടയ്ക്കുന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും തുടയ്ക്കാം കേട്ടോ. അപ്പം അങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കണം, നല്ല മണം ഉണ്ടാവും. ഇതോടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ അവസാനം ഒരു കാര്യമുണ്ട്. നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ക്രബ്ബറായാലും ബ്രഷായാലും പിന്നെ തുണികൾ തുടയ്ക്കാനൊക്കെ ഉള്ള വൈപ്സും ഒക്കെ, അതൊക്കെ ഒന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ കുറേ ലിക്വിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലായിടത്തും തുടയ്ക്കുകയൊക്കെ ചെയ്താണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഡിഷ് വാഷർ ആക്കിയിട്ട് ഒന്ന് അതിൽ ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നല്ല കഴുകി വെച്ച് ഉണക്കി അങ്ങ് സൂക്ഷിച്ച് വെക്കുക. പിന്നെ അടുത്ത പ്രാവശ്യത്തെ ക്ലീനിങ്ങിന് ഇതന്നെ ഉപയോഗിച്ചാൽ മതി. ഞാൻ സാധാരണ സിങ്കിൽ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട്, ഇപ്പം ഹീറ്റർ ഉണ്ടെങ്കിൽ പൈപ്പിൽ തന്നെ കിട്ടുമല്ലോ, അപ്പോൾ അത് ഒഴിച്ചിട്ട് അതിൽ അങ്ങ് ഇട്ട് വെക്കാം. അല്ലേ ബക്കറ്റിലായാലും അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്ത് വെക്കാം, കഴുകി ഉണക്കി എടുത്ത് വെക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചണൊന്നും ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഉണ്ടാവില്ലേ, എത്ര ക്ഷീണം തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാറിക്കും. എന്തൊരു സന്തോഷമായിരിക്കും എന്ന് പറയാം നമ്മളെ കിച്ചൺ കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് എന്തെങ്കിലും കുറച്ച് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കൂ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.